കോഴിക്കോട് നിന്ന് കയറി അങ്ങനെ ഞങ്ങളൊരു 6 ആളിനെ ലാഞ്ചിൽ തന്നെ എത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ ഗോർഫുക്കാരൻ്റെ ബോർഡറിൽ കണ്ടലാക്കി വിട്ടു. അന്ന് ലാഞ്ച് കയറുന്ന ദിവസത്തിൻ്റെ ചരിത്രം തന്നെ വലിയ ചരിത്രമാണ്. അത് എനിക്ക് ബോധക്കേട് വന്നു, ഹോട്ടലിൽ ബോധം കെട്ട് വീണു. ഷേഖ് മുഹമ്മദ് ഭയങ്കര ബുദ്ധിമാനുമാണ്, ഭയങ്കര ധൈര്യശാലിയാണ്. ദുബൈയിൽ നിന്ന് കാണുന്നതിൻ്റെ ഈ ദീർഘവിഷണം, ഈ കാണുന്ന ഡെവലപ്മെൻറ്റ് മുഴുക്ക അദ്ദേഹത്തിൻ്റെ മൈൻഡാണ്. UAE അതിൻ്റെ 53ാമത് ദേശീയ ദിനം ആഘോഷിക്കുകയാണ്. കേരളത്തിൽ നിന്ന് UAEയിലെത്തി ഇവിടുത്തെ ചരിത്രത്തെക്കുറിച്ചൊക്കെ നന്നായി അറിയാവുന്ന ഒരു അതിഥിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ദുബായ് പോലീസിലും അതുപോലെ ദുബായിയുടെ ഡിഫൻസിലൊക്കെ ജോലി ചെയ്തിരുന്ന കൊല്ലം കരുനാഗപ്പള്ളിക്കാരൻ ഇബ്രാഹിം ഹാജി. സ്വാഗതം, സുപ്രഭാതത്തിലേക്ക് സ്വാഗതം. ഞാനിങ്ങനെ പാസ്പോർട്ടിലൊരു പേര്, അതായത് ഇബ്രാഹിം ഹാജി എന്നാണ് എല്ലാവരും അറിയുന്നതെങ്കിലും ഇബ്രാഹിം മുഹമ്മദ് ബാവ, അങ്ങനെ 3 പേരുകളാണല്ലോ. എന്താണ് ഇങ്ങനെ 3 പേരുകൾ? ഇവിടെ വന്നിറങ്ങുമ്പോൾ, ഇവിടെ നാട്ടിൽ വന്നിറങ്ങുന്ന ഈ അറബികൾക്ക് സ്വന്തം പേര്, വാപ്പാടെ പേര്, വാപ്പാടെ പേര് ഇങ്ങനെ ചേർത്തിട്ടാണ് പേരുകൾ കൊടുക്കുന്നത്. ഞാൻ വന്നത് ലാഞ്ചിയിലാണ്, പാസ്പോർട്ടില്ല അന്ന്. പാസ്പോർട്ട് ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ബോംബെ നിന്ന് പാസ്പോർട്ട് ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് നമ്മുടെ ഒരു തൃശ്ശൂരുള്ള ഒരാൾ സ്നേഹിതൻ പാസ്പോർട്ട് എടുത്തത്. അപ്പം പാസ്പോർട്ട് എടുത്തപ്പോൾ ഞാനന്ന് ദുബായ് പോലീസിൽ ജോലി ചെയ്തു. അപ്പം ദുബായ് പോലീസ് ആകുമ്പം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു പേരുള്ള ഒരു പാസ്പോർട്ടാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അറബികളുടെ പേരുമായി സാമ്യമുള്ള ഒരു പേര്. അപ്പം നാട്ടിലുള്ള വിളിക്കുന്നതൊക്കെ ഇബ്രാഹിം കുട്ടി കുഞ്ഞ് എന്നൊക്കെ. അപ്പം കുട്ടി കുഞ്ഞൊക്കെ കളഞ്ഞ് ഇബ്രാഹിം മുഹമ്മദ് ബാബ എന്നാക്കി പേര്. നാടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കൊല്ലത്താണല്ലോ, കരുനാഗപ്പള്ളി ദേവലക്കര. പക്ഷെ പിന്നീട് കോഴിക്കോട് നിന്നാണ്, അല്ലെ ബേപ്പൂരിൽ നിന്നാണല്ലേ ലാഞ്ച് കയറിയിട്ട് 1969 ഇവിടെ എത്തുന്നത്. അന്ന് എത്ര പ്രായം ഉണ്ടായിരുന്നു? അത് 18 വയസ്സ് കഴിഞ്ഞു. 18 വയസ്സ് കഴിഞ്ഞിട്ട്. അപ്പോൾ നിയമപ്രകാരമാണ് പ്രായപൂർത്തിയായിട്ടുണ്ട്. അന്ന് പ്രായപൂർത്തി അങ്ങനെ ഇല്ലെങ്കിലും. അപ്പോൾ എങ്ങനെയാ കോഴിക്കോട്ടേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് ഇങ്ങനെ ഒരു ലാഞ്ചി ഉണ്ടെന്നൊക്കെ അറിയുന്നതും അന്നത്തെ ഒരു സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു? അത് ഞാൻ എടവായ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ കിതാബ് ഓതിക്കൊണ്ടിരുന്നു. അപ്പോൾ കിതാബ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉസ്താദ്, എന്നെ ഓദിക്കുന്ന ഉസ്താദ് തൃശ്ശൂരുള്ള ആളാണ്. തൃശ്ശൂർ കുന്നംകുളത്ത് നിന്ന് ഉള്ള ഹോട്ടൽക്കാരൻ ഒരു കോയ ഹസൻ ഹാജി ആണ് എൻ്റെ ഉസ്താദായിട്ട്. ബാക്കിയാണ് ആള്. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് എനിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ മോൻ വെള്ളറക്കാട് അലിഹാജി എന്ന് പറഞ്ഞൊരു പയ്യൻ. ഞങ്ങൾ തമ്മിൽ വലിയ സുഹൃത്തുക്കളാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് ലാഞ്ചിയിൽ ആൾക്കാരെ ഇങ്ങോട്ട് ദുബൈക്ക് കൊണ്ടുവരുന്നുണ്ടെന്ന് അറിവ് കിട്ടിയത്. അങ്ങനെ അതിൽ പോകാൻ ഇഷ്ടമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഇഷ്ടത്തിൻ്റെ പുറത്താണ്, ആ ഇഷ്ടത്തിൻ്റെ പേരിൽ മാത്രമല്ല, നാട്ടിൽ അന്ന് വലിയ ജീവിത പ്രശ്നമൊക്കെ വളരെ കഷ്ടപ്പാടുള്ള സമയമാണ്. അന്ന് ഒരു വീട്ടിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന വീടുകളും ഉണ്ട് ഒരുപാട്. വളരെ കഷ്ടതയുള്ള നേരം. അപ്പം നാട്ടിലെ കഷ്ടതയൊക്കെ ഉള്ളപ്പം എനിക്കൊരു ജോലി കിട്ടാൻ, ഞാനന്ന് സ്കൂളിൽ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 8ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് പിന്നെ ദറസിലോതാം. 8ാം ക്ലാസ് വലിയ പഠനമല്ലേ? അന്ന് വലിയ പഠനമല്ല, സ്കൂളിലൊക്കെ ജോലി കിട്ടും. അപ്പം അറബിക്ക് ലോവർ കൂടെ പാസ്സായ അറബി മനുഷ്യമായിട്ട് സ്കൂളിൽ ജോലി കിട്ടുന്ന ഈ വിദ്യാഭ്യാസം 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും ഒക്കെ തന്നെ അന്ന് വലിയ വിദ്യാഭ്യാസം. അങ്ങനെ 8ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഉസ്താദിൻ്റെ കെയർ ഓഫിൽ ഇങ്ങനെ ലാഞ്ചിക്ക് പോകുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അന്ന് 400 രൂപയാണ്, ഇന്ത്യൻ രൂപയാണ് ലാഞ്ചിയുടെ ഫീസായിട്ട് കൊടുത്തത്. അവിടുത്തെ ബേപ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ഏജൻറ്റ് മുഖേന. റാസൽ കൈമയിലാണല്ലോ ആദ്യം വന്നത്. അപ്പം കോഴിക്കോട് നിന്ന് കയറി ഞങ്ങളൊരു 6 ആള് ലാഞ്ചിയിലെ നാക്കുവത എന്ന് പറയുന്ന എൻ്റെ മെയിൻ ആള്, അതിൻ്റെ ക്യാപ്റ്റൻ. ആ നാക്കുവതയെ ഞങ്ങൾ സോപ്പിട്ട് ഞങ്ങളുമായിട്ടൊക്കെ വലിയ കമ്പനിയായി. ഞങ്ങളുമായിട്ടൊക്കെ കമ്പനി ആയതുകൊണ്ട് അതിൻ്റെ മുമ്പ് ഞങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് ഒരു പ്രാവശ്യം ലാഞ്ചിയിൽ ഇവിടെ വന്ന് മടങ്ങി വന്ന ഒരാളുണ്ടായിരുന്നു കൂടെ, ഒരു ചാവക്കാരൻ. അദ്ദേഹം ഞാനും കമ്പനിയായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ ഈ നാക്കുവത സോപ്പിട്ടു അങ്ങനെ കൂടുമായിരുന്നു ലാഞ്ചിയിൽ. അങ്ങനെ ഞങ്ങളൊരു 6 ആളിനെ ലാഞ്ചിൽ തന്നെ ഇരുത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ ഗോർഫുക്കാരൻ്റെ ബോർഡറിൽ കണ്ടലാക്കി വിട്ടു.
ഈ ലാഞ്ചിലെ ഒരു സമയം ഉണ്ടല്ലോ, കാരണം ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും എത്തുന്ന അല്ല യാത്ര അല്ല 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 ആ ഒരു അനുഭവം ആ സമയത്ത് വളരെ കഷ്ടപ്പാടാണ്. വളരെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട്. ഞാൻ കോഴിക്കോട് അന്ന് ലാഞ്ച് കയറുന്ന ദിവസത്തിൻ്റെ ചരിത്രം തന്നെ വലിയ ചരിത്രമാണ്. അത് എനിക്ക് ബോധക്കേട് വന്നു, ഹോട്ടലിൽ ബോധം കെട്ട് വീണു. കാരണം ഭക്ഷണം കഴിക്കാൻ എനിക്ക് മലേറിയ പനി പിടിച്ചിട്ട് ബോധം കെട്ട് വീണു. ലോഡ്ജിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ലാഞ്ച് കയറുന്ന ദിവസം. അപ്പോൾ എൻ്റെ കൂടെ ഒരു ഇടവാക്കാരൻ അബ്ദുസലാം ഉണ്ടായിരുന്നു. അദ്ദേഹം കൂടിയിട്ടാണ് ഞാനും കൂടിയിട്ട് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ അവിടെ ബോധം കെട്ട് വീണു. എന്നെ എന്നിട്ടെടുത്ത് ഗവൺമെൻറ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ആ മെഡിക്കൽ കോളേജിൽ നിന്ന് ട്രിപ്പൊക്കെ ഇട്ട് ബോധം തെളിഞ്ഞ് വന്നപ്പോൾ ഏതാണ്ട് 2 മണിയായി. അപ്പോൾ 3 മണിക്ക് ലാഞ്ച് കയറാൻ വേണ്ടി ബേപ്പൂർ പോകണമെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ 2 മണിക്ക് ഹോസ്പിറ്റലാണ്. 2 മണിക്ക് ഹോസ്പിറ്റലാണ്. ബോധം തെളിഞ്ഞത് എപ്പോഴാണ്? ഈ ബോധം തെളിഞ്ഞുടനെ കയ്യിൽ സിറിഞ്ച് ട്രിപ്പ് കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു കയ്യിൽ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്, ഒരു കയ്യിൽ ട്രിപ്പ് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ അബ്ദുസലാം പറഞ്ഞു, എങ്ങനെയാണ് നീ ഇപ്പം ലാഞ്ചിക്ക് പോകുന്നത് ഇന്ന്? അപ്പോൾ ഒരുപാട് 2 കൊല്ലത്തോളം ലാഞ്ച് കയറാൻ വേണ്ടി കാത്തു നിന്നിട്ടാണ്. 1-1.5 വർഷം പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയതിന് ശേഷമാണ് ഇത് ചാൻസ് ഒത്തത് തന്നെ. ഈ ചാൻസ് ഒത്തത് തന്നെ എനിക്കും ഈ അബ്ദുസലാമിനുള്ളൂ. അബ്ദുസലാം ഈ ലാഞ്ചി കൊണ്ടുവരാൻ പോകുന്ന ആളെ കുത്തി കൊല്ലാനൊക്കെ പോയപ്പം അവനെ അങ്ങനെ എടുത്ത് സമ്മതിച്ച്. ആ കൂടെ എന്നെ വന്ന് തൃശ്ശൂർ വന്നിട്ട് എന്നെ വിളിച്ചു. ആ വിളിച്ച സമയത്ത് ഉസ്താദ് അവിടെ ഇല്ല, ഉസ്താദ് ഒന്ന് ഇടവായി പോയിരിക്കുക. ഉസ്താദിൻ്റെ ഉസ്താദ് എഴുതുന്ന മാതിരി ഒരു ലെറ്റർ ഞാൻ എഴുതി ഇയാൾക്ക് ഏൽപ്പിച്ചു, ഈ ലാഞ്ചിയുടെ ഏജൻറ്റിനെ ഏൽപ്പിച്ചു. അങ്ങനെ കൊടുത്തപ്പോൾ അത് വായിച്ചു നോക്കിയപ്പോൾ സ്വപ്നം കണ്ടതായിട്ടൊക്കെയാണ്. ഞാൻ നാളെ ലാഞ്ച് പോകുന്നത് ഞാൻ സ്വപ്നം കണ്ടിരുന്നു, അതുകൊണ്ട് ഈ കുട്ടി അതിനകത്ത് കയറ്റി വിടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലെറ്റർ എഴുതിയത്. ആ ലെറ്റർ കണ്ടപ്പോൾ അതൊക്കെ ഒരു പേടി. അപ്പോൾ എൻ്റെ ഉസ്താദിനെ കുറിച്ച് ഭയമുള്ള ആളാണ്. ആൾ വലിയ മന്ത്രവാദിയൊക്കെയാണ്. അപ്പം ഭയങ്കര ഭയമുള്ള ആളാണ്. അപ്പം പേടിച്ചു. അങ്ങനെ എന്താ വേണ്ടിച്ചോ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്താ വേണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ഞാൻ 100 രൂപ വേണമെന്ന് പറഞ്ഞ് അവിടെ താമസിക്കാൻ ലോഡിൽ 5 രൂപ വാടക. അങ്ങനെ താമസിക്കാനും ഭക്ഷണം കഴിക്കാനും 100 രൂപ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിച്ചു തന്നു. അത് വാങ്ങിച്ചുകൊണ്ട് ഞാൻ 2 കൂടി ലോഡ്ജിൽ പോയി താമസിച്ചു. ആ സമയത്ത് എനിക്ക് മലേറിയ പനി പിടിച്ചതും ഹോട്ടലിൽ വീണതും ഒക്കെ അങ്ങനെയാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തിട്ട് സിറിഞ്ച് ഊരി കളഞ്ഞിട്ട് ട്രിപ്പിൻ്റെ സിറിഞ്ച് ഊരി കളഞ്ഞിട്ട് കൂടെ പോന്നു. ഹോസ്പിറ്റലിൽ അറിയാതെ ബോധം വന്നപ്പോൾ ചെയ്താൽ പണി ലാജിപ്പാനുള്ള പോണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങി വന്നു. അങ്ങനെ ഞങ്ങൾ ബേപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. അവിടുന്ന് കുറച്ച് ആൾക്കാരൊക്കെ കൂടി ഒരു പെട്രോൾ മാക്സ് ലൈറ്റും ഒക്കെ കത്തിച്ച് പുതിയാപ്പള പോകുന്ന മാതിരി പോയി. ലാഞ്ചിക്ക് പോകുന്ന പറഞ്ഞാൽ പോലീസ് പിടിക്കും. ലാഞ്ചിയിൽ വന്ന് കള്ളക്കടത്തിൽ വരുന്നതിന് പോലീസ് പിടിക്കും. അപ്പോൾ പിടിച്ചാൽ പിന്നെ വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പുതിയാപ്പള രാത്രി കല്യാണം കോഴിക്കോടൊക്കെ അവിടെ പുതിയാപ്പളൊക്കെ പോകുന്ന രാത്രി പോകുമായിരുന്നു. പെട്രോൾ മാക്സും കത്തിച്ചും കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ വന്നു. അങ്ങനെ കടലിൻ്റെ അടുത്ത് വന്നു. വള്ളത്തിൽ കയറി വഞ്ചി കയറി കുറച്ചങ്ങോട്ട് പോയിട്ട് പിന്നെ ബോട്ടിൽ കയറി. ബോട്ടൊക്കെ കുറേ ഓടി അങ്ങ് കടലിനെ കുറച്ചങ്ങ് നടുക്കെത്തിയപ്പോൾ അവിടെ ലാഞ്ച് കിടപ്പുണ്ടായിരുന്നു. ലാഞ്ച് മരം കൊണ്ടുവന്ന മരം കോഴിക്കോട് നിന്ന് മരം ദുബൈക്ക് കൊണ്ടുവരുന്ന ലാഞ്ചിയാണ്. അതിലാണ് നമ്മൾ കയറി വരുന്നത്. ഞാനങ്ങനെ ബോട്ടിൽ കയറിയിട്ട് ബോട്ടിൽ നിന്ന് മുകളിലോട്ട് കയറാൻ വയ്യാതെ ബുദ്ധിമുട്ടായപ്പോൾ ഇവർ കൈ കാണിച്ചു തന്നു. അത് പിടിച്ചെന്തായാലും കയറി അതിനകത്ത്. അങ്ങനെ പിടിച്ച് അതിനകത്ത് ഇട്ട് അവിടെ വീണ്. ഒരു 2 മരത്തിൻ്റെ ഇടയിലൊരു കുഴിയിലാണ് വീണ്. അവിടെ കിടന്നു. അവിടെ ഇല്ല, ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്ന ആളല്ല. അങ്ങനെ ബോധമില്ലാതെ അവിടെ കിടന്ന് അവിടെ എന്തായാലും നേരം വെളുത്തു. ഒരു 9 മണിയായപ്പോഴാണ് ഉറക്കം തെളിഞ്ഞു, ബോധം തെളിഞ്ഞ. ബോധം എന്ന് പറയാം, ബോധക്കേടെന്ന് പറയാം. അങ്ങനെ തെളിഞ്ഞ് നോക്കുമ്പോൾ ലാഞ്ചിയിൽ അപ്പുറം വലിയ മരത്തിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്. അങ്ങനെ എന്തായാലും എണീച്ച് ഇവിടെ റാസൽ കൈമൽ ലഞ്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ എത്തുന്നുണ്ടല്ലോ. അപ്പോൾ എത്തി ഇതുവരെ ഉണ്ടായിരുന്ന കൊല്ലം അവിടെ നിന്നൊക്കെ മാറി പുതിയൊരു സ്ഥലത്തേക്ക് വരികയാണ്. ഇപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഇതെന്താണ്? ആദ്യമായിട്ട് വന്നിറങ്ങിയപ്പം ഈ അറബികളൊക്കെ അന്ന് പാവങ്ങളാണ്, വലിയ കഷ്ടത, അന്ന് വലിയ സാമ്പത്തികം ഇല്ലാത്ത കാലഘട്ടമാണ്. ഞാനിവിടെ വന്ന് ഇറങ്ങുന്നതിൻ്റെ ഒരു 4 വർഷം മുമ്പ് 65 വരെ ഇന്ത്യൻ മണിയായിരുന്നു, ഇന്ത്യൻ റുപ്പീസായിരുന്നു ഇവിടെ.
69 ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പം ഖത്തറാൻ ദുബൈ റിയാലാണ്. ഖത്തർ ഷെയ്ഖ് എന്ന് പറയുന്നത് ദുബൈ ഷെയ്ഖ് റാഷിദിൻ്റെ മകളെ കെട്ടിയ മൂത്ത മകളെ മറിയത്തിനെ കെട്ടിയ ആളാണ് അഹമ്മദ് മറ്റേ ഇത് ഖത്തർ ഷെയ്ഖ് ഷെയ്ഖ് അഹമ്മദ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കമ്പനിയായിട്ട് ജോയിൻ്റായിട്ട് ഖത്തറാൻ ദുബൈ ജോയിൻറ്റ് മണിയാണ് ഖത്തറാൻ ദുബൈ ദുബൈയിൽ. അപ്പം അന്ന് UAE ആയിട്ടില്ല. അന്ന് അബുദാബി വേറെയാണ്, അബുദാബിയുടെ മണി വേറെയാണ്, ദുബൈ വേറെയാണ്. അങ്ങനെ ഓരോ രാജ്യത്ത് എല്ലാവരും ഷാർജ വേറെയാണ്. അങ്ങനെ എല്ലാവരും സെപ്പറേറ്റ് ഭരണാധികാരികൾ ഭരിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു സമയത്താണ് ഭരണാധികാരികൾ ഭരിക്കുന്നെങ്കിലും ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നത്. ബ്രിട്ടീഷ്. അന്ന് കിട്ടിയ ആദ്യത്തെ ഒരു ജോലി എന്തായിരുന്നു? ജോലി കിട്ടാൻ തന്നെ ഒരുപാട് കാലം കഴിക്കുക. കാരണം വന്നിറങ്ങിയ ഉടനെ ജോലിയൊന്നുമില്ല. 100 റിയാലിന് ശമ്പളത്തിന് ഒരു കടയിൽ പിന്നെ വെജിറ്റബിൾ കടയിൽ പോയി, പച്ചക്കറി കടയിൽ പോയി, അങ്ങനെ ഹോട്ടലിൽ പോയി, എല്ലായിടവും ജോലി അന്വേഷിച്ചു. ജോലിയില്ല എന്ന് പറയുന്നത് ഈ ലാഞ്ചിയിൽ ആൾക്കാർ വന്ന് ഇവിടെ ഇറങ്ങുന്നതുകൊണ്ട് ആൾക്കാർ കണ്ടമാനമായി തുടങ്ങി. ആൾക്കാർ ജോലിയില്ലാതെ നടക്കുന്നു. ബോംബെയിൽ നിന്ന് ലാഞ്ച് വരും, ഗുജറാത്തിൽ നിന്ന് ലാഞ്ച് വരും, കോഴിക്കോട് നിന്ന് ലാഞ്ച് വരും. ഇതിലെല്ലാം കൂടെ കൊണ്ടുവന്ന് ഒമാൻ്റെ ബോർഡറിൽ ഇറക്കും. അതൊക്കെ കുറേയൊക്കെ നടന്ന് ഒമാനിൽ കൂടെ നടന്നൊക്കെയാണ് ആൾക്കാർ ദുബൈ എത്തുന്നത്. അങ്ങനെ കണ്ടമാനം ജനങ്ങൾ ഇവിടെ എത്തിപ്പെടുമ്പോൾ ഉള്ളതുകൊണ്ട് ജോലിയില്ല. ജോലിയില്ലാതെ കഷ്ടപ്പെട്ട് പിന്നെ ആരെങ്കിലും നമ്മുടെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് പരസ്പരം ഒരു സൗഹാർദ്ദം ഉള്ളവരാണ്. അവർ അന്നും അതെ ഇന്നും മലയാളികൾ തമ്മിൽ ഭയങ്കര സൗഹാർദ്ദമുള്ളവരാണ്. അപ്പോൾ ഇവിടെ ജോലി എന്ന് പറഞ്ഞാൽ 100 റിയാലിന് എവിടെയെങ്കിലും ഒരു ശമ്പളത്തിൽ എവിടെയെങ്കിലും ഒരാൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ കെയർ ഓഫിൽ 2-3 ആൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയും ജോലി അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ അത് ഒരു നേരം 2 നേരം എന്തെങ്കിലുമൊക്കെ റൂമിൽ ഉണ്ടാക്കും. അന്ന് തുടങ്ങിയ ഒരു കൾച്ചർ ഇപ്പോഴും ഉണ്ട്. ശരിക്കും അന്ന് ഈ പെട്രോൾ മാക്സിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ട് അടിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന അടുപ്പ് വെച്ചിട്ട് ഭക്ഷണം വീട്ടിൽ ഉണ്ടാക്കി എന്തെങ്കിലും അരിയോ എന്തെങ്കിലും മീനൊക്കെ ഒന്ന് നിസ്സാര വിലയുള്ളൂ. അരിയൊക്കെ വിലക്കുറവാണ്. സാധനമൊക്കെ കിട്ടും. 1 റിയാൽ കൊടുത്താൽ ഒരുപാട് സാധനം കിട്ടും. അന്ന് റിയാലിനൊക്കെ വില കൂടുതലാണ്. കാരണം വിലയല്ല, ഈ റിയാലിന് വിലയില്ല, പിന്നെ ഒരുപാട് സാധനം കിട്ടും. പിന്നീട് അവിടുന്ന് ദുബായ് പോലീസിൽ വരുന്നുണ്ടല്ലോ. അത് ഞാൻ അങ്ങനെ ജോലി ഇല്ലാതെ ദുബൈയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടുന്ന് നടന്ന് ഈ ദുബായ് ഷിപ്പ് പോർട്ടുള്ള സ്ഥലമൊക്കെ അന്ന് വെറുതെ കിടക്കുന്ന സ്ഥലം, അതിലെ കൂടെ നടന്ന് ജുമൈറ എന്ന് പറയുന്ന സ്ഥലത്ത് വരും. ജുമൈറ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു തല മുതൽ ഒരു തല വരെ ബ്രിട്ടീഷുകാർ താമസിക്കുക. കാരണം ബ്രിട്ടീഷുകാരെല്ലാം ഒന്നും ഇവിടെ പരിചയം. ആ ബ്രിട്ടീഷുകാരുടെ വീടുകളിൽ ജോലിയുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോകും. അങ്ങനെ ആ കെയർ ഓഫിൽ ഒരാളിൻ്റെ ഒരു ക്രിസ്മസിൻ്റെ ഒരു വർഷം വന്നപ്പം ഒരാളിൻ്റെ നമ്മുടെ അണ്ടത്തോട്, തൃശ്ശൂരുള്ള അണ്ടത്തോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരാളിൻ്റെ കെയർ ഓഫിൽ എനിക്ക് പോലീസിൽ മേജറായിട്ട് ജോലി എന്ന് പോലീസ് മേജർ ഓബ്രി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ക്രിസ്മസിന് ഗാർഡനിൽ വെള്ളം അടിക്കാൻ ഒരാളിനെ വേണം. അങ്ങനെ പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. ഇദ്ദേഹം അവിടുത്തെ കുക്കാണ്. അവൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എന്നെ പോസ്റ്റ് ചെയ്തു. 1 മാസത്തേക്കാണ് എന്നെ അവിടെ പോസ്റ്റ് ചെയ്തത്, ഗാർഡൻ അടിക്കാൻ വേണ്ടി, വെള്ളം അടിക്കാൻ. അങ്ങനെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ബ്രിട്ടീഷുകാരിക്ക് പോലീസ് മേജറുടെ ഭാര്യ നല്ല സ്ത്രീ, നല്ല സ്നേഹമുള്ള സ്ത്രീയായിരുന്നു. അവരൊരു സ്കൂളിൽ ടീച്ചറായിരുന്നു. അവരെന്നെ കിച്ചണിലോട്ട് കയറ്റി കിച്ചൻ്റെ ഹെൽപ്പിങ്ങിനും മറ്റേനും തൂക്കാനും തുടക്കാനും ഒക്കെ ആയിട്ട് നിർത്തി. അങ്ങനെ 2 മാസം എന്നെ അവിടെ പോസ്റ്റ് ചെയ്ത് ജോലി കഴിഞ്ഞപ്പോൾ എൻ്റെ ജോലി തീരുകയാണ്. അങ്ങനെ വന്നപ്പോൾ ദുബായ് പോലീസിലെ കിച്ചണിലേക്ക് കുക്കും ഒക്കെ കുറച്ച് കിച്ചൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ജോലിക്ക് വേണ്ടിയിട്ട് എന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ക്യാൻറ്റീനിൽ അങ്ങനെ കുറച്ച് ദിവസം ഞാൻ ആ ക്യാൻറ്റീനിൽ ജോലി ചെയ്ത്, കിച്ചണിലൊക്കെ ജോലി ചെയ്ത്
അങ്ങനെ എനിക്ക് 8ാം ക്ലാസ് ആണെങ്കിലും അത്യാവശ്യം ചെറിയ രീതിയിൽ ഇംഗ്ലീഷൊക്കെ എഴുതാനും വായിക്കാനും ഒക്കെ അറബി കുറച്ച് അറിയാവുന്നത് കൊണ്ട് എന്നെ അങ്ങോട്ട് ക്യാൻറ്റീൻ സൂപ്പർവൈസറാക്കി ഈ റേഷൻ കൊടുക്കുന്നതിൻ്റെ സെക്ഷനിലോട്ട് മാറ്റി. അപ്പം ജയിലുണ്ട്, ജുമേര ജയിൽ. ആ ജയിലിൽ പോയിട്ട് ജയിലിൽ എത്ര ആൾ വന്നു തലേ ദിവസം വന്നു രാവിലെ പോയി നോക്കണം. ആളൊക്കെ എണ്ണീറ്റ് ആ ഒരാൾക്ക് ഇത്ര ഔൺസ് അരി, ഇത്ര ഔൺസ് മറ്റേ ഇതങ്ങനെ ഓരോ സാധനങ്ങളും കണക്കെഴുതി കൊടുക്കണം. അങ്ങനത്തെ ഒരു ജോലി കിട്ടി. അപ്പോൾ അങ്ങനെ കണക്കിന് അങ്ങനെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. ഈ ഓബറിക്ക് എന്നെ വലിയ ഇഷ്ടമായത് അദ്ദേഹത്തിനായി ഇതിൻ്റെ ചാർജ്, ക്യാൻറ്റീനിൻ്റെ ചാർജ്. അങ്ങനെ കുറച്ചു കാലം ജോലി കഴിഞ്ഞപ്പോൾ ദുബൈയിൽ ഡിഫൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല, തുടങ്ങാൻ പോകണം. 69 കഴിഞ്ഞ് 70 ആയോ? 70 കഴിഞ്ഞു, 73 ആയി, 72 രൂപീകരിച്ചു. യു എ വന്നു. യു എ വന്നത് പിന്നെ അബുദാബി, ദുബൈ. അന്ന് അബുദാബിക്ക് പോകണമെന്നൊരു പാസ്പോർട്ട് വിസയൊക്കെ അബുദാബിയുടെ സെപ്പറേറ്റൊക്കെ കാണിക്കണം. അന്ന് റോഡില്ല, ദുബൈ അബുദാബി റോഡില്ല, ദുബൈ ഷാർജ റോഡില്ല, ദുബൈ അല്ലൻ റോഡില്ല. ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഈ ലാഞ്ചിക്ക് അവിടുന്ന് അന്ന് പറയുമ്പോൾ ഒരു കള്ളവണ്ടി എന്നൊക്കെ പറയാം, കള്ളവണ്ടിയാ. പിന്നീട് എപ്പോഴാ പാസ്പോർട്ടൊക്കെ എടുക്കുന്നത്? അത് 73-ലാണ്, 71-ലാണ് പാസ്പോർട്ട്. ബോംബെയിൽ എൻ്റെ സ്നേഹിതൻ, എനിക്കൊരു സ്നേഹിതൻ ഉണ്ടായിരുന്നു, അലിയാജി, തൃശ്ശൂരുള്ള. അദ്ദേഹത്തിൻ്റെ എളാപ്പ ബോംബെയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എൻ്റെ ഡീറ്റെയിലൊക്കെ കൊടുത്ത് ലെറ്റർ എഴുതി എനിക്കൊരു പാസ്പോർട്ട് വേണമെന്ന് പറഞ്ഞിട്ട്. അന്ന് പാസ്പോർട്ട് ഓഫീസ് ബോംബെയിലേ ഉള്ളൂ, മദ്രാസിലും ഇല്ല, കേരളത്തിലും ഇല്ല. അന്ന് പാസ്പോർട്ട് എടുക്കുന്നത് തന്നെ ബോംബെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മദ്രാസി വന്നു. ബോംബെ നിന്ന് പാസ്പോർട്ട് എടുത്തു. അപ്പോൾ ബോംബെ നിന്ന് പാസ്പോർട്ട് എടുത്ത് എൻ്റെ പേരും ഒക്കെ ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇബ്രാഹിം മുഹമ്മദ് ബാബ എന്നുള്ള പേര് വെച്ചിട്ട് പാസ്പോർട്ട് എടുത്തു. പിന്നെ വയസ്സ് എന്നെക്കാട്ടിൽ എൻ്റെ യഥാർത്ഥ വയസ്സിൽ 1 വയസ്സ് 1.5 വയസ്സ് കൂടുതൽ വെച്ച്. അത് കുഴപ്പമില്ല, പിന്നെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ചെയ്തത് തോന്നുന്നു. അത് കുഴപ്പമില്ല. പിന്നെ അഡ്രസ്സ് ഞാൻ ജനിച്ചത് കേരളത്തിലാണെങ്കിലും മാംഗ്ലൂർ ജനിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അഡ്രസ്സിൽ പാസ്പോർട്ടിൽ ഇപ്പോഴും പാസ്പോർട്ടിൽ മാംഗ്ലൂരാണ്. ഞാൻ മംഗലാപുരത്ത് തന്നെ, കൊല്ലത്തേരം മംഗലാപുരത്ത്. അങ്ങനെ പാസ്പോർട്ട് എടുത്തു. അങ്ങനെ പാസ്പോർട്ട് എടുത്ത് വെച്ചപ്പോൾ ഞാൻ ഇവിടുന്ന് കിടി ജനാർദ്ദനൻ ഗണപത് എന്ന് പറയുന്ന ഒരു മറാഠിയുടെ പാസ്പോർട്ട് വിലക്ക് വാങ്ങിച്ചിട്ട് 400 ദിർഹംസ് എങ്ങാണ്ട് വാങ്ങിച്ചു. അങ്ങനെ ആൾക്കാർ ഇവിടെ വന്നിട്ട് പാസ്പോർട്ട് വിൽക്കുന്ന സമയമാണ്. എന്നിട്ട് ഫോട്ടോ മാറ്റി എൻ്റെ ഫോട്ടോ ഒട്ടിച്ച് അങ്ങനെ അതിൽ ആ ഫോട്ടോയും വെച്ചും കൊണ്ടാണ് ബ്രിട്ടീഷ് എയർവേസിൽ ടിക്കറ്റ് എടുത്ത് ബോംബെക്ക് പോയി. അപ്പോൾ പോയി ഈ പാസ്പോർട്ടിൽ സൈൻ വേണം. സൈൻ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് ഓഫീസറുടെ സൈൻ ഈ ഫോട്ടോയുടെ മുകളിലും പാസ്പോർട്ടിലുമായിട്ട് ചേർത്തൊരു സൈനുണ്ട്. ആ സൈനങ്ങ് പഴി കൊണ്ട് അവർ ആരാണ്ട് ഡ്യൂപ്ലിക്കേറ്റ് വരച്ചല്ലേ, അപ്പോൾ അങ്ങ് പടന്നുപോയി. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്. അത് തന്നെയല്ലേ എന്നെ കണ്ട ഒരു മലയാളി ബോംബെയിലെ മറാഠിയുടെ പാസ്പോർട്ട്. അത് തന്നെയല്ലേ. ഇതെല്ലാം കൂടെ ആയപ്പം പാസ്പോർട്ട് ഓഫീസിൽ ബോംബെ ചെന്ന് ഞാൻ പ്ലെയിനിൽ ഇറങ്ങി അകത്തോട്ട് ചെന്ന് പാസ്പോർട്ട് ഓഫീസിൽ പിടിച്ച് മറാഠി നെയ്യാണ് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ത്യക്കാരെയാണ് കുറേ നാട്ടു സംസാരിക്കാറിയാണ്. അപ്പം ഞാൻ പറഞ്ഞു മേ മറാഠി നെയ്യും മേ കേരളക്കായ. സത്യം എന്ന് പറഞ്ഞു. അവന് മനസ്സിലായില്ല. ഈ ചോദിച്ച ആൾക്ക് മനസ്സിലായി ഞാൻ മലയാളിയാണെന്നുള്ളത്, ഇന്ത്യ മറാഠി അല്ലെന്ന് മനസ്സിലായി. കിണി ജനാർദ്ദനൻ ഗണപത് അല്ലെന്ന് മനസ്സിലായി. അപ്പം മനസ്സിലായി. അബി ക്യാ കരേഗാ, ഘർ മേ ജാനാ ഹേ യാ ജയിൽ മേ ജാനാ ഹേ എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ ജയിലിൽ പോകണോ വീട്ടിൽ പോകണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അഗർ ആപ് സോച്ചേഗാ तो घर में भी बेच सकते हैं, जेल में भी बेच सकते हैं, मर्जी क्या है आपका ओ करो എന്ന് പറഞ്ഞു. ജയിലിൽ വിചാരിച്ചാൽ ജയിലിലും പോവാ വീട്ടിലും പോവാ. അപ്പോൾ എന്താ വേണ്ട വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ചെയ്യും. ജയിലിൽ വിടാനാണ് ജയിലിൽ വിട്, അല്ലെ വീട്ടിൽ വിടാനാണ് വീട്ടിൽ വിട്. എന്താണെന്ന് നിങ്ങൾ തീരുമാനിച്ചോ. അതാണ് അയാൾക്ക് ഇഷ്ടപ്പെട്ട്, എൻ്റെ സംസാരം ഇഷ്ടപ്പെട്ട്
അപ്പോൾ അടുത്ത ചോദ്യം എനിക്ക് അതേകാന്നായി, എന്ത് തരുമെന്ന്. അപ്പോൾ ക്യാ മങ്തേന്ന് ചോദിച്ചപ്പോൾ 800 മങ്തേന്ന്. 800 എന്ന് പറഞ്ഞാൽ അന്ന് വലിയ എമൗണ്ടാണ്. 800 എന്നൊക്കെ പറഞ്ഞാൽ താങ്ങാൻ പറ്റുന്ന എമൗണ്ടല്ല. അതേകാന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്ക പാസ് ജീവോ എന്ന് പറഞ്ഞു. ഒരു പോലീസുകാരനെ കാണിച്ചിട്ട് ഈ പോലീസുകാരനെ ജയിലിൽ ഇറക്കുമോ, പോക്കറ്റിൽ വെച്ച് കൊടുക്കണമെന്നാണ്. ഓക്കെ എന്ന് പറഞ്ഞ് പോലീസുകാരനായിട്ട് പുറത്ത് വന്ന് അങ്ങനെ ഞാനെന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ ഞാനന്ന് വലിയ വിളവനാണ്. ഞാനൊരു 100ൻ്റെ നോട്ടെടുത്ത് അതിനകത്തൊരു 6-7 10ൻ്റെ നോട്ടും എടുത്ത് വെച്ച് ചുരുട്ടി അതിനെ കാനമാക്കി പോക്കറ്റ് വെച്ചു. 150 രൂപ കൊടുത്ത് 800 ചോദിച്ചെടുത്ത്. അങ്ങനെ എന്തായാലും ആൾ പുറത്തിറങ്ങി. പിന്നെ സാധനം കൊണ്ടുവന്നതൊക്കെ ചെക്ക് ചെയ്യുന്നിടത്തൊക്കെ അന്നൊരു ഷഡ്ഡിക്ക് വരെ ഡ്യൂട്ടി എടുത്തു. അന്ന് പൂർണ്ണ സാധനമൊന്നും ഇന്ത്യയിലില്ല, ഭയങ്കര വില. അന്ന് 1 റിയാലിന് ദുബൈയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന സാധനത്തിന് ഇന്ത്യയിൽ കിട്ടുന്ന കാശ് 10 റിയാലിൻ്റെ കാശ് കിട്ടും. അപ്പോൾ അത്രയും വില പിടിപ്പുണ്ടെന്ന്. അന്ന് ഫോറിൻ സാധനങ്ങളൊന്നും ഇന്ത്യയിൽ ഇല്ലാത്ത കാലഘട്ടമാണ് 73. അങ്ങനെ 4 വർഷം കഴിഞ്ഞിട്ട് ശരിക്കും 69 വന്നിട്ട് 4 വർഷം കഴിഞ്ഞിട്ടാണ് 73ലാണ് പോയത്. 73ലാണ് പോയത്, പ്ലെയിനിലാണ് പോയത്. അങ്ങനെ പാസ്പോർട്ട് വേറെ ആളുടെ പാസ്പോർട്ട് ഫോട്ടോ മാറ്റിയാണ് പോയത്. അങ്ങനെ ബോംബെയിൽ നിന്ന് പിടിച്ചു. എന്തായാലും കൈക്കൂലിയും കൊടുത്ത് ഞാൻ അങ്ങനെ പുറത്ത് വന്നപ്പോൾ നമ്മുടെ കാത്ത് ഈ എൻ്റെ സ്നേഹിതൻ്റെ എളാപ്പ അവിടെ പുറത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കണ്ടു. അപ്പോൾ എനിക്ക് നേരത്തെ പരിചയമുള്ള ആളാണ്. കണ്ടു. പിന്നെ കസ്റ്റംസൊക്കെ എടുത്തതിൻ്റെ ബാക്കിയുള്ള സാധനമൊക്കെ കിട്ടി. അങ്ങനെ അതുമായിട്ട് കല്യാണം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി താമസിച്ചു. കല്യാണം. പിന്നെ അവിടുന്ന് പിറ്റേ ദിവസം ട്രെയിനിനകത്ത് എന്നെ കയറ്റി കൊണ്ടുവന്നാക്കി. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കുമ്പോൾ അവിടെ ഗുണ്ടയാണോ അതോ കസ്റ്റംസ് ഓഫീസറാണോ അതോ പോലീസാണോ എന്നൊന്നും അറിയാൻ വയ്യ. എന്തായാലും അവർ പിടിച്ച് എൻ്റെ കയ്യിൽ കുറച്ച് വാച്ചൊക്കെ ഉണ്ടായിരുന്നു. വാച്ചിനൊക്കെ ഭയങ്കര വില അന്ന് നാട്ടിൽ കിട്ടുന്ന സമയമാണ്. ഞാൻ നമ്മുടെ വീട്ടിലുള്ളവർക്കും നമ്മുടെ ഈ തൃശ്ശൂരുള്ള നമ്മളെ ബന്ധപ്പെട്ട വീടുകളൊക്കെ ഉണ്ട്, പരിചയമുള്ളവരുണ്ട്, അവർക്ക് കൊടുക്കാൻ വേണ്ടി അത് വാച്ചൊക്കെ ഒരു 5-10-15 വാച്ചൊക്കെ മേടിച്ച് വെച്ചു. അതെല്ലാം കുറച്ചങ്ങ് പൊക്കി അവർ. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാനാ, കിട്ടിയതൊക്കെ കിട്ടി. അത് എടുത്തുകൊണ്ട് വെട്ടി കയറി. ബോംബെയിൽ നിന്ന് കല്യാണം കയറിയ ട്രെയിനിനകത്ത് 3 ദിവസം രാത്രിയും പകലും ഒരേ നിപ്പ് നിന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ സ്ഥലമില്ല, അത്രയും ജനങ്ങൾ. ഓരോ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോഴും എത്ര ആളിറങ്ങുന്നോ അതിൻ്റെ ഡബിൾ കയറും. ഇതന്നെയായിരുന്നു കൊല്ലം വരെ. ശാസ്താംകോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് അന്ന് ഇറങ്ങി. അന്ന് എല്ലാ സ്റ്റേഷനിലും ഇറങ്ങി വരുന്ന ട്രെയിനാണ്, ലോക്കൽ ട്രെയിൻ. 3 ദിവസം എടുത്തു. 3 ദിവസം ഇച്ചിരി കൂടുതലെടുത്തു. ശാസ്താംകോട്ട എന്ന് പറഞ്ഞാൽ വന്ന് അന്ന് തന്നെ 3 ദിവസം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതിരി ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ പോസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അല്ല. അന്ന് ഓരോ പോസ്റ്റ് സ്റ്റേഷനിലും നിർത്തിയാ വരുന്നത്. സ്റ്റേറ്റ് കഴിഞ്ഞ് വരണ്ടേ. അങ്ങനെ എന്തായാലും ഇവിടെ കേരളത്തിൽ വന്നിറങ്ങിയത് 73 വന്നിറങ്ങി. അങ്ങനെ 73 എനിക്ക് ദുബായ് ഡിഫൻസിൽ നിന്ന് വിസ അയച്ചു തന്നു, ഒഫീഷ്യലായി. പിന്നെ കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ 73 മാർച്ചിൽ തിരിച്ചു. ഞാൻ അവിടെ നാട്ടിൽ കുറച്ച് നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം പാസ്പോർട്ടും വിസയുമായിട്ടില്ല, ബോംബെ നടത്തിയ പാസ്പോർട്ടും വിസയും ആയിട്ട് ട്രെയിൻ കയറി ബോംബെ വന്നു. അന്ന് കേരളത്തിലേക്ക് ഫ്ലൈറ്റൊക്കെ കിട്ടാൻ വലിയ പാടില്ല. കേരളത്തിൽ ഡയറക്റ്റ് ഫ്ലൈറ്റേ ഇല്ല, എയർപോർട്ട് വന്നൊന്നുമില്ല. അങ്ങനെ ബോംബെ വന്നു. കപ്പലിന് ടിക്കറ്റ് എടുത്തു. അങ്ങനെ കപ്പലിന് 73 നേരായ മാർഗത്തിൽ കൂടി ദുബായ് പോർട്ടിൽ ഇറങ്ങി. ഈ ദുബായിൽ ഡിഫൻസിലാണ് ജോലി ചെയ്യുന്നത്. ഡിഫൻസിൽ ഞാൻ ടെക്നിക്കൽ സ്റ്റോർ എന്ന് പറഞ്ഞു, എന്ന് പറഞ്ഞാൽ സ്പെയർ പാർട്സിൻ്റെ സ്റ്റോറിലാണ് എനിക്ക് ജോലി. അതിൻ്റെ ഇൻചാർജുള്ള ഒരു ബ്രിട്ടീഷുകാരൻ മേജറുമായിട്ട് എനിക്ക് വലിയ അടുപ്പായത്, എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അദ്ദേഹം പിന്നെ വർക്ക്ഷോപ്പിൻ്റെ മേജറും ഒക്കെ രണ്ടാളും എനിക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ ഈ വീട്ടിൽ ഫർണിച്ചറൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ നല്ല സെറ്റപ്പ് ചെയ്യുന്ന ആളായിരുന്നു. അതുകൊണ്ട് എന്നെ പുതിയ ആരെങ്കിലും വരികയാണെങ്കിൽ വീട് സെറ്റപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞു വിടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ വലിയ താല്പര്യം അവർക്ക് എന്നെ.
അപ്പോൾ അങ്ങനെ ഡിഫൻസിൽ ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് പിന്നെ കല്യാണം അടുത്ത 74-ലും 73-ലും നാട്ടിൽ പോയി. ഇപ്പോൾ സിസ്റ്റേഴ്സിന് രണ്ടാളെ കല്യാണം കഴിച്ചു. പിന്നെ കല്യാണം ഒന്നും സെറ്റായില്ല. അപ്പം അതുകൊണ്ട് നേരത്തെ നാട്ടിൽ നിന്ന് തിരിച്ചു പോന്നു. ദുബായ് വന്നു. പിന്നെ 78 പോയി. 78 പോകുന്ന സമയത്ത് ഞാൻ സൂപ്പർ മാർക്കറ്റ് ഒരെണ്ണം എടുത്തു, നടത്തിക്കൊണ്ടിരിക്കുന്ന സൂപ്പർ മാർക്കറ്റ്. പക്ഷെ അത് പൊളിഞ്ഞു പോയി. ആ സമയത്ത് പോയി 78-ൽ കല്യാണം കഴിച്ചു. ഈ ഡിഫൻസിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അന്ന് കിട്ടിയിരുന്ന എങ്ങനെ ഉയർന്ന ശമ്പളം എന്തായിരുന്നു? അന്നത്തെ ശമ്പളം 250 ദിർഹംസ് ആണ്. റിയാല്, ദിർഹംസ് അല്ല, ദിർഹംസായി. ആയപ്പോൾ UAE മണി വന്നു, ദിർഹംസ് വന്നു. ഖത്തറാൻ ദുബായ് റിയാൽ അങ്ങ് പോയി. UAE ദിർഹംസ് 250 ദിർഹംസാണ് ഒരു പട്ടാളക്കാരൻ്റെ ശമ്പളം. 30 രൂപ റേഷൻ 280 റിയാൽ കിട്ടും. അത് വലിയ ശമ്പളം. അന്ന് ആ 250 കൊണ്ട് നാട്ടിലെന്ത് കിട്ടും? അന്ന് ഡബിള് കിട്ടും. അതായത് 250 കൊടുത്താൽ 500, 250 കൊടുത്താൽ 500, 250 കൊടുത്താൽ 500 കിട്ടും. ഡബിൾ 50 രൂപ കൊടുത്താൽ 1 രൂപ. അവിടെ കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിക്കാൻ പറ്റില്ല നാട്ടിൽ ആ സമയത്തൊക്കെ. അന്ന് 10, 25, 30 രൂപയൊക്കെ ഉള്ള ഒരു സെന്റ് വസ്തുവിന്. അപ്പോൾ അത്യാവശ്യം സ്ഥലമൊക്കെ വാങ്ങിക്കാനൊക്കെ പറ്റുന്നൊരു കാലമായിരുന്നു. പിന്നെ 100 രൂപയൊക്കെ ആയി സെന്റിന്. പിന്നെ അത് ഈ അടുത്ത കാലത്താണ് ഈ ലക്ഷങ്ങളൊക്കെ ആയത്. 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം ഒക്കെ ആയതൊക്കെ ഈ അടുത്ത കാലത്താണ്. അന്ന് കുറേ കാലം വരെ ഇങ്ങനെ കുറേശ്ശെ കൂടി വന്നില്ല. ഈ ബ്രിട്ടീഷ് ഡിഫൻസിലാണല്ലോ ജോലി വരുന്നത്. പിന്നീട് അതിങ്ങനെ UAE നാഷണലായി വന്നു. അപ്പോൾ ആ ജോലി അങ്ങനെ തന്നെ തുടർന്നു. അവർ ബ്രിട്ടീഷുകാർ പോയ സമയത്തും അല്ല, ഞാൻ ഇതിനിടയ്ക്ക് ഒരു സൂപ്പർ മാർക്കറ്റ്, ഞാൻ ഒരു അറബി എടുത്ത് കുറച്ച് വിസയ്ക്ക് കാശ് കൊടുത്തു. നാട്ടിൽ നിന്നും വിസ ആണെങ്കിലും എടുക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉള്ള ഒരാൾ അറബിയുടെ കുറച്ച് കാശ് കൊടുത്തു. ആ പൈസ എനിക്ക് തിരിച്ചു കിട്ടാൻ ഒരു വഴിയില്ലാതായപ്പോൾ ഷാർജയിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഒരു ചെറിയ ഗ്രോസറി ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ അടഞ്ഞു കിടന്നിരുന്നത്, അയാൾ നടത്തിക്കൊണ്ടിരുന്നത്. അത് അയാൾ പാടിയപ്പം അതെനിക്ക് അന്ന് ഈ കാശിന് വരാം. അത് നടത്തിയപ്പം ഒന്നും നടക്കുന്നില്ല, നഷ്ടം വന്നപ്പം ദുബൈയിൽ എനിക്ക് ഒരു ഹയാത്ത് ഫാർമസി എന്ന് പറഞ്ഞിട്ട് ഒരു ഫാർമസിയുള്ള ഒരു ആൾ അറബിയായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട് ബാർ ദുബൈയിൽ. ആ ബിൽഡിങ്ങിൽ ഒരു ഷോപ്പ് വാടകയ്ക്ക് എടുത്തു. അദ്ദേഹത്തിൻ്റെ മരുമോനെയും ഞാൻ പാർട്ട്ണർഷിപ്പ് കൂട്ടി സൂപ്പർ മാർക്കറ്റ് തുടങ്ങി, അഹമ്മദ് സൂപ്പർ മാർക്കറ്റ്. കുറച്ച് കാലം വരെ അതിൽ വലിയ ബിസിനസ് ഒന്നുമില്ല, അതങ്ങ് പാളിപ്പോയി. പിന്നെ ഞാനൊന്നുമില്ലാതെ അദ്ദേഹത്തിന് അതങ്ങ് വിട്ടുകൊടുത്തു. അദ്ദേഹത്തിൻ്റെയും കായ് പോയി. പിന്നെ എന്തായിരുന്നു പിന്നീടുള്ള ലൈഫ്? പിന്നുള്ള ലൈഫ് ദുബായ് അബുദാബി ടാക്സി ഓടിക്കൽ, മിനി ബസ്, 14 സീറ്റ് ബസ് എടുത്തിട്ട് ആദ്യം പീജോട്ടായിരുന്നു. പീജോട്ട് 7 സീറ്റുള്ള പീജോട്ട് വണ്ടിയിൽ എടുത്തിട്ട് അബുദാബിക്ക് വിടുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ലാൻഡ് ക്രൂസറായി. ലാൻഡ് ക്രൂസർ ഒരു 9 ആൾ കയറ്റും, 4 ആൾ ബാക്കിലും ഇടയിലത്തെ സീറ്റിൽ 3, 4, 3, 7, 2 ആൾ ഫ്രണ്ടിൽ 9 ആളെ കയറ്റിക്കൊണ്ട് വന്ന ടാക്സി ആയിട്ടുള്ള വണ്ടി എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് 14 ആളിൻ്റെ മിനി ബസ് ടൊയോട്ട ഹൈയസ് വാങ്ങിച്ചു. അതൊരു അറബിയുടെ കയ്യിൽ നിന്ന് നമ്പർ പ്ലേറ്റ് എടുത്തിട്ട് 500 ദിർഹംസ് വീതം അറബിക്ക് വാടക കൊടുക്കും. വണ്ടി എൻ്റെതായിട്ട് നടത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 2 വണ്ടിയായി. അങ്ങനെ ഡെയിലി ട്രിപ്പ് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാതെ വന്നപ്പോൾ ഡബിളാക്കി. അപ്പോൾ ഒരു വണ്ടിക്ക് ഒരു ദിവസം കിട്ടിയാൽ മൊത്തത്തിൽ ഒരു 20 എണ്ണേ 2 വണ്ടി കൂടെ കിട്ടത്തുള്ളൂ. ഒരു 10 എണ്ണേ ഒരു വണ്ടിക്ക് കിട്ടും. അപ്പം അത്രയും വണ്ടിയുണ്ട്. പട്ടാണികളാണ് കൂടുതലുള്ളത്. പട്ടാണികൾ വേറെ ആള് ഡ്രൈവിങ്ങിലൊക്കെ ആയി. രണ്ടാമത്തെ വണ്ടിക്ക് പുതിയ ആളൊക്കെ വെച്ചു. ഇല്ല, ഞാൻ തന്നെ ഡ്രൈവർ ഒന്നേ ഉള്ളൂ. വണ്ടി 2 എണ്ണം. കാരണം ഡെയിലി കിട്ടുന്നില്ല. ഡെയിലി ഒരു വണ്ടിക്ക് ഡെയിലി ട്രിപ്പ് കിട്ടുന്നില്ല. ഒരു വണ്ടിക്ക് കിട്ടുന്നത് മാക്സിമം 10 എണ്ണേ കിട്ടും. അപ്പം 2 വണ്ടിയാക്കിയപ്പോൾ 2 നമ്പർ പ്ലേറ്റ് ഒരേ അറബിയുടെ തന്നെ 2 നമ്പർ പ്ലേറ്റ് വാങ്ങിച്ചിട്ട് 1000 ദിർഹംസ് അദ്ദേഹത്തിന് വാടക കൊടുത്തുകൊണ്ട് വണ്ടി നമ്മൾ ബാങ്ക് ലോൺ ഇട്ടിട്ട് വണ്ടി എടുത്തു. അങ്ങനെ ഓടിച്ചുകൊണ്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ വണ്ടി അത്
ഒരാൾക്ക് കൊടുത്തു ഒരെണ്ണം, അങ്ങനെ അത് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് മറ്റേതും കൊടുത്തു. അങ്ങനെ ആ കാശൊക്കെ വിറ്റിട്ട് കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ചു നാട്ടിൽ. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്നൊരു ഹോട്ടൽ തുടങ്ങി, ഉമർ ഖയ്യാം ബാർ ദുബൈയിൽ. ദുബൈ സ്റ്റാൻഡിൻ്റെ അടുത്ത് ഉമർ ഖയ്യാം എന്ന റെസ്റ്റോറൻറ്റ് തുടങ്ങി. ഞാനും രണ്ടത്താണി, മലപ്പുറത്തുള്ള രണ്ടത്താണിക്കാരൻ ഹുസൈൻ ഹാജിയും കൂടെ പാർട്ട്ണർഷിപ്പിലായിട്ട് തുടങ്ങി. അതും വലിയ മെച്ചപ്പെട്ടില്ല. അതും കൊടുത്തിട്ട് പിന്നെ നാട്ടിൽ പോയി നിന്നിട്ട് ഇനി എന്താ ചെയ്യുക, ഇനിയിപ്പം നാട്ടിൽ നിന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറച്ച് സ്ഥലം വിറ്റിട്ട് ഞാൻ തമിഴ്നാട്ടിൽ പോയി കുറച്ച് സ്ഥലമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു തമിഴിൻ്റെ കയ്യിൽ കൊടുത്തു പൈസ. അത് പിന്നെ പോയി, അതൊന്നും കിട്ടിയില്ല. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ദുബൈയിലോട്ട് തിരിച്ചു വന്നു. അങ്ങനെ എൻ്റെ ഒരു സ്നേഹിതൻ്റെ കെയർ ഓഫിൽ ട്രാൻസ്പോർട്ടിങ് കമ്പനിയുടെ ലൈസൻസ് ഉള്ള ഒരാൾ നടത്തിക്കൊണ്ടിരുന്നത് പാളിപ്പോയി. റെൻ്റേ കാർ അത് പിന്നെ ലൈസൻസ് നമ്മൾ അറബിയുടെ നിന്ന് വാങ്ങിച്ചു. അത് നമ്മൾ തുടങ്ങി. അത് ട്രാൻസ്പോർട്ടിങ് കമ്പനിയാക്കി. ക്രിക്ക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ കമ്പനിയായി. അത് 10-40 വണ്ടി വരെയൊക്കെ ആയപ്പോൾ സമയത്ത് ഞാൻ നടത്തിക്കൊണ്ടിരുന്നു. ഒരു 4-5 കൊല്ലത്തോളം ഞാൻ നടത്തി. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ സുഖമില്ലാതെ എൻ്റെ 3 മക്കളെയൊക്കെ കെട്ടിച്ചു. എനിക്ക് 3 പെൺമക്കളെ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം. ഈ പലിശ, ബാങ്കിന് ലോൺ എടുത്തിട്ട് ഈ വണ്ടികളെല്ലാം ലോണാണ് എടുക്കണം. അപ്പം ഞാൻ മരിക്കുന്ന സമയത്തും ആ കമ്പനി നടത്തിക്കൊണ്ടിരുന്ന മരിക്കുന്ന സമയത്ത് വരെ പലിശയിൽ കിടക്കണം. അപ്പോൾ അങ്ങനെ ഒരു മാനസിക ചേഞ്ചിങ് വന്നതുകൊണ്ട് ഞാനത് പിന്നെ വേറെ അവർക്ക് കൊടുത്തു. അവരിൽ നിന്ന് കുറച്ച് കാശ് കിട്ടി. അതുകൊണ്ട് 4-5 ലക്ഷം ദിർഹംസ് കിട്ടി അവർ തന്നു. അവരിപ്പം 4 ആൾ കൂടി വലിയ കമ്പനി. അപ്പോൾ 10-400 ബസ്സും വലിയ സൈറ്റും ഒക്കെ ഉള്ള ഒരുപാട് വലിയ കമ്പനിയാണ്. അവർ 3-4 ആൾ കൂടി പാർട്ണർഷിപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനങ്ങനെ നാട്ടിൽ പോയി. നാട്ടിൽ കൊല്ലത്തൊരു ലോഡ്ജ്, ഉള്ളിൽ ലോഡ്ജ്, ഒരു മാസ വാടകയ്ക്ക് കൊടുക്കുന്ന താമസിക്കുന്നതിനുള്ള ലോഡ്ജ്, 34 റൂമുണ്ട്. അത് വാങ്ങിച്ചു. അങ്ങനെ നാട്ടിൽ സെറ്റായി ജീവിക്കുന്നു. അങ്ങനെ ഹജ്ജിന് ഞാൻ ഇവിടുന്ന് പല പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ നാട്ടിൽ ചെന്നിട്ട് 2 പ്രാവശ്യം പോയി. ഒന്ന് ഗവൺമെൻറ്റിൽ പോയി, ഒന്നല്ലാതെയും പോയി. പിന്നെ ഇവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് പോവുകയൊക്കെ ചെയ്യും. ഇതിന്റെ ഇടയ്ക്ക് ഈ ഡ്രൈവറായിരിക്കുന്ന കാലത്ത് ആണ് തോന്നുന്നു ഈ സുന്നി സെന്ററിൽ ഇങ്ങനെ ഉംറക്ക് പോയൊരു സുന്നി സെന്ററിന്ന് ഞാൻ 94-ല് 93-ല് ഞാൻ അസീസ് മുസ്ലിയാർ എന്ന് പറഞ്ഞൊരു മുസ്ലിയാർ ബാർ ദുബൈയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഹജ്ജിന് പോയി. വീണ്ടും 94-ല് ഞാൻ സുന്നി സെന്ററുമായിട്ട് എനിക്ക് വലിയ അടുപ്പവും വലിയ ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. സുന്നി സെൻ്റർ ഇഷ്ടപ്പെട്ട ഞാനന്ന് കൂടി അന്ന് സുന്നി സെൻ്ററേ ഉള്ളൂ മുസ്ലിങ്ങളുടെ ഒരു കൂട്ടായ്മ ഉള്ളത്. ആ സുന്നി സെൻ്ററിൻ്റെ കെയർ ഓഫിൽ ബസ് ഓടിച്ച് ഞാൻ ഡ്രൈവറായിട്ട് റിയാദ് വഴി പിന്നെ തൊട്ട് പോയി. അങ്ങനെ ഹജ്ജിന് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ. അന്ന് ഹജ്ജിനാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഹജ്ജിന് കൊണ്ടുപോയി. മുഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്, പട്ടാമ്പിക്കാരൻ മുഹമ്മദ് കുട്ടി മുസ്ലിയാരാണ് അന്നത്തെ അമീർ. പിന്നെ തയ്യിബ് ഫൈസിയുടെ വാപ്പ മരണപ്പെടുന്നത് ഞങ്ങൾ മദീനത്തുള്ളപ്പോഴാണ്. അന്ന് അവിടെ നിന്നാണ് ഞങ്ങൾ മയ്യിത്ത് നിസ്കരിച്ചത്. തയ്യിബ് ഫൈസിയുടെ വാപ്പ നല്ല മഹാനായിരുന്നു. സുന്നി സെൻ്ററിൻ്റെ വലിയ പണ്ഡിതനായിരുന്നു. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാം. അതായത് ഇവിടെ വന്നൊരു സമയം മുതൽ ഇപ്പോഴുള്ളൊരു ദുബായ് ഭയങ്കര മാറ്റം ഉണ്ടല്ലോ. ഒരുപാട് മാറ്റം. അന്ന് ഡെസർട്ടായിരുന്ന സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ദുബൈയുടെ കുറച്ച് ഭാഗം മാത്രമേ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ഏറ്റവും വലിയ ബിൽഡിങ് അൽമുല്ല ബിൽഡിങ് ദേരയിൽ ഒരു 10 നിലയാണ്. ആ ഒരു ബിൽഡിങ് 10 നിലയേ ഉള്ളൂ. അന്ന് അറബികളുടെ വീടൊക്കെ എന്ന് പറഞ്ഞാൽ വില്ലകളൊക്കെ ഈ ഈത്തപ്പഴത്തിന് മേഞ്ഞ വരകളൊക്കെ ഉള്ള വീടുകളുണ്ട് മേലയിലൊക്കെ. ഇന്ന് അവരൊക്കെ വലിയ കോടിക്കണ ആസ്തിയുള്ള ആൾക്കാരാണ്. ദുബൈയിൽ നിന്ന് സ്ഥലങ്ങൾക്കൊക്കെ അങ്ങ് വില കൂടി. കാരണം ഈ ബിൽഡിങ്ങൊക്കെ വന്നു. ഈ ശരിക്കും ഇത് കൂടുതൽ ഡെവലപ്പായത് ഷെയ്ഖ് മുഹമ്മദ് ഭരണത്തിൽ കയറിയ ശേഷം. ഭയങ്കര ധൈര്യവാനാണ്, ഭയങ്കര ബുദ്ധിമാനാണ് ആള്. അദ്ദേഹമാണ് ഈ ദുബൈ ഈ നിലയിലാണ്. ദീർഘവീക്ഷണമാണ് ദുബൈ ഇന്ന് കാണുന്നത്. ഈ ദീർഘവീക്ഷണം
ഈ കാണുന്ന ഡെവലപ്മെന്റ് മുഴുക്ക അദ്ദേഹത്തിന്റെ മൈൻഡാണ്. ഈ മൈൻഡന്റ് എന്ന് പറഞ്ഞ് ഈ കടലിനകത്തുള്ളതൊക്കെ അദ്ദേഹം സ്വന്തം ഇരുന്ന് വരച്ചുണ്ടാക്കി എഴുതിയിട്ട് പണിയിപ്പിച്ചതാണ്. ഡെവലപ്മെന്റാണ്. ഇവിടെ 53ാമത് നാഷണൽ ഡേ നടക്കുകയാണ്, അതിന്റെ ഒരു സമയമാണ്. എന്താണ് UAE ആണല്ലോ എല്ലാം നിങ്ങളുടെ ഒരു ലൈഫിനെ എല്ലാം തന്നിട്ടുണ്ട്, എന്താണ് പറയാനുള്ളത്? UAE എന്ന് പറയുന്നത് ഇത്രയും നല്ലൊരു നാട് ലോകത്തിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അറിവിൽ ഞാൻ പല സ്ഥലങ്ങളിലും കുറേയൊക്കെ പോയിട്ടുണ്ട് വിസിറ്റിങ്, പക്ഷെ എങ്കിലും ഞാൻ ഇത്രയും നല്ലൊരു നാട്, ഇത്രയും നല്ല ഭരണാധികാരികളെ ലോകത്തെങ്ങും കണ്ടിട്ടില്ല, ഇങ്ങോട്ട് കാണാനും പോകുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഉള്ള പ്രത്യേക ഇതെന്ന് പറയുന്നത് വിദേശികളായ ആൾക്കാർ, പ്രത്യേകിച്ച് മലയാളി കേരളക്കാരോടുള്ള സൗഹാർദ്ദത. ശൈക്കന്മാരുടെയൊക്കെ വീടുകളിലൊക്കെ ജോലി ചെയ്യുന്നതൊക്കെ കൂടുതലും മലയാളികളാണ്. കൂടുതലും മലയാളികളെ അവർക്ക് ഇഷ്ടം. ഇവിടുത്തെ അറബികൾക്ക് കൂടുതൽ മലയാളികളാണ് ഇഷ്ടം, മലയാളികളാണ് കൂടുതലുള്ള. എന്താവട്ടെ, ഏത് രാജ്യക്കാരായാലും വിദേശികൾ ഇവിടെ വന്നാൽ അവരെ ഒരുപാട് ഉപദ്രവിക്കുന്ന പണിയോ, അവരെ അടിച്ചിറക്കുന്ന പണിയോ, അവരെ തല്ലുന്ന പണിയോ, അവരെ അവഗണിക്കുന്ന പണിയോ ഇല്ല. അവരെ സ്വീകരിച്ച് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന നാടായത്. ഇത് നമ്മുടെ സ്വന്തം നാട് ആയ കേരളത്തിനേക്കാളും 100 മടങ്ങ് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന നാടാണ് ഇത്. താങ്കളായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമായി. വലിയൊരു കാലഘട്ടത്തിന്റെ ചരിത്രം കൂടിയാണ് പറഞ്ഞത്. ഞങ്ങൾ എല്ലാവിധ ദുനിയാവിൽ ഏറ്റവും നല്ല സ്ഥലമാണ് മനുഷ്യർക്ക് ജീവിക്കാൻ ഏറ്റവും നല്ല സ്ഥലമായിട്ടാണ്. ഇവിടെ ഒരാളിനെയും പരസ്പരം ഇവിടുത്തെ പോലീസിനെ വളരെ നല്ല പോലീസാണ്. ഇവിടുത്തെ പോലീസ് എന്ന് പറഞ്ഞാൽ ഒരാളിനെ ഉപദ്രവിക്കില്ല, ഒരാളിനോട് ചീത്ത പറയുന്ന ഒരു അനാവശ്യ ചീത്ത പോലീസിന്റെ വായിന്ന് വരത്തില്ല. ഇവിടെ ഒരാളിനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ, ഞാനിപ്പോൾ അബുദാബി ദുബൈയൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്തായാലും ശരി, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് മുഖാലിഫ് തരാൻ വേണ്ടി ഫൈൻ തരാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തോട്ട് വരുമ്പോഴും വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയും. എന്നിട്ട് കൈ തരും, കൈ പിടിച്ചിട്ട് അസ്സലാമു അലൈക്കും, എന്നിട്ട് ജീവൻ വിളിക്കുക. അപ്പോൾ താങ്കളുടെ ജീവിതത്തിന് എല്ലാവിധ ആശംസകളും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസല്ലം.